നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ലോകമഹായുദ്ധം ഉണ്ടാകുമോ? സംതിങ് ടെറിബിൾ ഹാപ്പൻസ് ഇൻ 2026 എന്ന ബാബ വാങ്കയുടെ പ്രവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമാണ് ക്യാഷ് ക്രാഷ് എന്നുള്ളത്. അതായത് ലോക സമ്പദ് വ്യവസ്ഥ തന്നെ താറുമാറാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ബാബ വാങ്കയുടെ പല പ്രവചനങ്ങളും മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ട്. ചില പ്രവചനങ്ങളൊക്കെ അത് വ്യാഖ്യാനിക്കുന്നതിലെ പിഴവ് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പൂർണ്ണമായി സംഭവിക്കാതിരുന്നത്. എന്നാൽ പല കാര്യങ്ങളും അവർ പറഞ്ഞത് അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. 2026 ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള അവരുടെ പ്രവചനമാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ അടിസ്ഥാനം. നമുക്ക് ആദ്യം ബാബ വാങ്ക ആരാണ് എന്നൊക്കെ പരിചയപ്പെടാം, പിന്നീട് പ്രവചനത്തിലേക്ക് കടക്കാം. വീഡിയോ നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകുന്നതാണ്. വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാങ്കലിയ പാണ്ഡേവ ഗുഷ്ട്രോവ എന്നാണ് അവരുടെ പൂർണ്ണ നാമം. 1911 ജനുവരി മാസം 31 അവർ ജനിച്ചിരിക്കുന്നത്. ദാരിദ്ര്യമടക്കമുള്ള പ്രയാസങ്ങൾ നേരിട്ടാണ് അവർ വളർന്നത്. 12-ാം വയസ്സിൽ ആ പ്രദേശത്ത് അലയടിച്ച ഒരു ചുഴലിൽ കാറ്റിൽ അവരുടെ പൂർണ്ണ കാഴ്ചശക്തി നശിച്ചു. കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർക്ക് ഭാവി പ്രവചിക്കുവാനുള്ള കഴിവ് ലഭിച്ചത്. വിപ്ലവകാരി എന്ന് മുദ്രകുത്തി ബാബ വാങ്കയുടെ അച്ഛനെ അന്നത്തെ ഭരണാധികാരികൾ ജയിലിൽ അടച്ചിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ഇവർക്ക് അമ്മയും നഷ്ടമായി. അതിനുശേഷം ഇവർ ബന്ധുവീടുകളിൽ മാറി മാറി താമസിക്കുകയുണ്ടായി. പിന്നീട് ഇവർ ഒരു ബൾഗേറിയൻ സൈനികനെ വിവാഹം കഴിക്കുകയുണ്ടായി. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ബാബ വാങ്ക ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ബൾഗേറിയയിലെ അന്നത്തെ രാജാവ് ഉൾപ്പെടെ പല പ്രഗത്ഭരും അവരെ സന്ദർശിക്കാൻ എത്തിയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. 1996 ബാബ വാങ്കയെ അന്തരിച്ചത്. ബാബ വാങ്കയുടെ മരണശേഷമാണ് അവരുടെ പ്രവചനങ്ങൾ പത്രമാധ്യമങ്ങളിലും പിന്നീട് സോഷ്യൽ മീഡിയകളിലും തരംഗമായി മാറിയത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലർക്കും അത്ഭുതമായി. ഇവർ ഒരു ജ്യോതിഷിയല്ല. പല സന്ദർഭങ്ങളിലും ഇവർ പറയുന്ന കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിക്കുകയാണ് ഉണ്ടായത്. അതാണ് പിന്നീട് ഒരു ഡയറിയായി, പിന്നീട് അതൊരു പുസ്തകമായി മാറിയത്. ഇവർ ഒരു പ്രവാചകയുമല്ല. ഇവരുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ അവർ കുറിച്ചു വയ്ക്കുകയും അതൊരു പ്രവചന ശക്തിയായി മാറി ഭാവി ഇവർ പ്രവചിക്കുകയും ഉണ്ടായതാണ്. ഇവരുടെ തോന്നലുകളിലെല്ലാം 99% ശരിയായിരുന്നു എന്നും പറയേണ്ടിയിരിക്കുന്നു. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ പല പ്രവചനങ്ങളും പ്രവചിച്ച പ്രവചന വിദഗ്ധയാണ് ബാബ വാങ്ക. 2-ാം ലോകമഹായുദ്ധം, ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെയും സർ ബോറിസ് മൂന്നാമന്റെയും ഒക്കെ മരണത്തിന്റെ കൃത്യമായിട്ടുള്ള തീയതി, കർക്കസ് എന്ന റഷ്യൻ അന്തർവാഹിനി മുങ്ങിയതിന്റെ പ്രവചനം, കിഴക്കൻ ബൾഗേറിയയിൽ ഉണ്ടായ ഭൂചലനം, US ഉണ്ടായ സെപ്റ്റംബർ 11 തീവ്രവാദി ആക്രമണം, 2004 സുനാമി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ കൃത്യമായി പ്രവചിച്ചിരുന്നു. ഇപ്പോഴിതാ 2026 നടക്കാനിരിക്കുന്ന ചില കാര്യങ്ങളുടെ സൂചനയാണ് ഇവർ പ്രവചിച്ചിട്ടുള്ളത്. 2026 കുറിച്ച് ബാബ വാങ്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. 2026 കാത്തിരിക്കുന്നത് മഹാദുരന്തങ്ങളാണ് എന്നാണ് ഇവരുടെ വാക്കുകളിലൂടെ വ്യാഖ്യാനിക്കുന്നവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കലും പിഴയ്ക്കാത്ത പ്രവചനങ്ങളായിട്ടാണ് അവർ ബാബ വാങ്കയുടെ പ്രവചനങ്ങളെ പറയുന്നത്. 2026 പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുമെന്നാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഭൂമിയുടെ കരഭാഗത്തിന്റെ 7 മുതൽ 8% വരെ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ബാധിക്കാം എന്നാണ് ഇവർ പ്രവചിച്ചിരിക്കുന്നത്. കൂടാതെ 2026 3-ാം ലോകമഹായുദ്ധത്തിന് സമാനമായ അന്തരീക്ഷം ഉണ്ടാകുമെന്നും യുദ്ധം ഉണ്ടാകുമെന്നും ഒക്കെ ഇവരുടെ വ്യാഖ്യാതാക്കൾ വിവക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല 2026 നിർമ്മിത ബുദ്ധി സ്വാധീനം ചെലുത്തുമെന്നും ഇവർ പ്രവചിച്ചിട്ടുണ്ട്. മനുഷ്യരെ തന്നെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് നിർമ്മിത ബുദ്ധി മാറാനുള്ള സാഹചര്യത്തെ ഇവർ പ്രവചിച്ചിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥ വളരെയേറെ പ്രശ്നത്തിലാകുമെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. 2026 ഉണ്ടാകാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധത്തെ കുറിച്ച് സംതിങ് ടെറിബിൾ ഹാപ്പൻസ് ഇൻ 2026 എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതേസമയം മറ്റൊരു കാര്യം കൂടെ ഇവർ പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും വളരെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്.
ക്യാഷ് ക്രാഷ് എന്നാണ് അവർ ഒറ്റ വാക്കിൽ അതിനെ പറഞ്ഞിരിക്കുന്നത്. അതായത് ലോക സമ്പദ് വ്യവസ്ഥ തന്നെ 2026 പ്രതിസന്ധിയിലാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് 2026 ലോക സമ്പദ് വ്യവസ്ഥ തന്നെ പ്രതിസന്ധിയിലാകും എന്നാണ് അതിലൂടെ മനസ്സിലാക്കുന്നത്. എന്തായാലും 2026 അടുക്കാറായി. നമുക്ക് ബാബ വാങ്കയുടെ പ്രവചനം എത്രമാത്രം ശരിയാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇവരുടെ പ്രവചനങ്ങളൊക്കെ ചെറിയ ചെറിയ വാക്കുകളിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് കേട്ടുനിന്നവർ കുറിച്ചു വെക്കുകയാണ്. അത്തരത്തിലൊരു ഡയറി ഇവരുടേതായിട്ടുണ്ട്. ആ വാക്കുകളെ ഡീകോഡ് ചെയ്ത് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ 1 മുതൽ 10% പിഴവ് പറ്റിയിട്ടുമുണ്ട്. എന്നിരുന്നാലും ഇവരുടെ പ്രവചനങ്ങളൊക്കെ ഇപ്പോഴും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. 2026 കുറിച്ച് ഈ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ സത്യമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എല്ലാവർക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭാരതവും മറ്റെല്ലാവരും ഐശ്വര്യത്തിലേക്ക് നടക്കട്ടെ. ലോകത്തെ എല്ലാ ജനങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.